എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ റിൻഡാരോ ആകെ ആശയക്കുഴപ്പത്തിലാണ്. അവന്റെ ചിന്തകൾ മുഴുവൻ വാഗോരിയെ കുറിച്ചാണ്. വാഗോരി എന്നെ നോക്കി ഇത്രയും സ്നേഹത്തോടെ സംസാരിച്ച ആദ്യത്തെ പെൺകുട്ടി. പക്ഷെ അവൾ ആ സ്കൂളിലാണോ പഠിക്കുന്നത്? ഞങ്ങൾ എവർപ്പോട് മാത്രം കാണുന്നവർക്കിടയിലാണോ അവൾ വളരുന്നത്? റിൻഡാരോയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് അവന്റെ ഒരു കൂട്ടുകാരൻ അങ്ങോട്ടേക്ക് വരുന്നത്. അവന്റെ മുഖത്ത് വലിയ സങ്കടമായിരുന്നു. റിൻഡാരോ, ആ കിക്കോ സ്കൂളിലെ പെൺകുട്ടികൾ നമ്മളെ കാണുമ്പോൾ മുഖം തിരിക്കുന്നത് പോട്ടെ, ഇപ്പോൾ അവർ നമ്മളെ ഒരുതരം പുച്ഛത്തോടെ തുറച്ചു നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അവർ എന്നെ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് വിചാരിച്ച് പരിതപിക്കുന്നു. തനിക്ക് അവിടെ വരാൻ താല്പര്യമില്ലായിരുന്നെന്നും അഡ്മിഷൻ കിട്ടിയത് കൊണ്ട് മാത്രം വന്നതാണെന്നും അവൻ വേദനയോടെ പറഞ്ഞു. റിൻഡാരോയുടെ മറ്റു രണ്ട് സുഹൃത്തുക്കളും ഇതേ പരാതിയുമായി അങ്ങോട്ടേക്ക് എത്തി. സംസാരത്തിനിടയിൽ ഒരു കൂട്ടുകാരൻ റിൻഡാരോയോട് ചോദിച്ചു, അല്ല, നീ എന്തിനാ ഇന്ന് ആ കർട്ടൻ ഇങ്ങനെ തുറന്നിട്ടേക്കുന്നത്? ആ ഗേൾസ് സ്കൂൾ ബിൽഡിംഗ് നോക്കാനാണോ? പെട്ടെന്ന് പിടിക്കപ്പെട്ടതുപോലെ റിൻഡാരോ അസ്വസ്ഥനായി. അവൻ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പറഞ്ഞു, നീ എന്തൊക്കെയായി പറയുന്നത്? അതൊന്നുമല്ല, എപ്പോഴും കറക്റ്റായിട്ടിരിക്കുമ്പോൾ ഒരു ശ്വാസം മുട്ടൽ പോലെ കുറച്ച് വെട്ടം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അത് മാറ്റിയത്. സ്വന്തം ഉള്ളിലെ ആ വെപ്രാളം പുറത്ത് കാണിക്കാതെ അവൻ എങ്ങനെയൊക്കെയോ അത് ഒപ്പിച്ച് തീർത്തു. പക്ഷെ അവന്റെ കണ്ണറിയാതെ അപ്പുറത്തെ ജനാലിലേക്ക് തന്നെ നോക്കി പോകുന്നുണ്ടായിരുന്നു. ക്ലാസ് തുടങ്ങിയെങ്കിലും റിൻഡാരോയുടെ മനസ്സ് അപ്പോഴും ആ ജനാലിലേക്ക് അപ്പുറമായിരുന്നു. വാഗോരിയെ കുറിച്ചുള്ള ചിന്തകൾ അവനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് സ്കൂൾ ഗേറ്റിന് മുൻപിൽ ആളുകൾ കൂടി നിൽക്കുന്നത് അവൻ കണ്ടത്. നോക്കിയപ്പോൾ അത് മറ്റാരുമല്ല, സാക്ഷാൽ വാഗോരി തന്നെയാണ്. തന്റെ സ്കൂളിന് മുൻപിൽ അവൾ നിൽക്കുന്നത് കണ്ടതും റിൻഡാരോ ശരിക്കും ഞെട്ടിപ്പോയി. എന്നാൽ റിൻഡാരോയുടെ കൂട്ടുകാരായ ഉസാമിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. കിക്കോ സ്കൂളിലെ പെൺകുട്ടികൾ തങ്ങളെ എപ്പോഴും പുച്ഛിച്ചത് കൊണ്ട് അവൻ ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് ചെന്നു. നീ എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്? ആർക്ക് വേണ്ടി നീ നിൽക്കുന്നത് എന്ന് അവൻ അല്പം കടുപ്പത്തിൽ തന്നെ ചോദിച്ചു. പക്ഷേ വാഗോരി ഒട്ടും പരിഭ്രമിക്കാതെ പറഞ്ഞു, ഞാൻ ഒരാൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണെന്ന്. വാഗോരിയോട് ഉസാമി മോശമായി സംസാരിക്കുന്നത് കണ്ടപ്പോൾ റിൻഡാരോയ്ക്ക് ദേഷ്യം വന്നു. അവൻ ഇടപെട്ട് ഉസാമിയെ വഴക്ക് പറഞ്ഞു. താൻ എപ്പോഴും കൂടെ നിൽക്കുന്ന റിൻഡാരോ തന്നെ ദേഷ്യപ്പെട്ടത് കണ്ടതും പാവം ഉസാമി അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. ഇതിനിടയിലാണ് കിക്കോ സ്കൂളിലെ മറ്റു രണ്ട് പെൺകുട്ടികൾ അങ്ങോട്ടേക്ക് വരുന്നത്. അവർ വാഗോരി അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ്. പഴയതുപോലെ തന്നെ അവർ ചിതോരയിലെ കുട്ടികളെ മനുഷ്യരായി പോലും പരിഗണിച്ചില്ല. ഉസാമിയെ പെൺകുട്ടികളോട് എന്തെങ്കിലും സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മുഖം തിരിച്ച് അവർ വാഗോരിയെയും കൂട്ടി അവിടെ നിന്നും പോയി. ഉസാമിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അപമാനമായിരുന്നു. പക്ഷെ റിൻഡാരോയുടെ മനസ്സ് അപ്പോഴും വാഗോരി ആർക്കു വേണ്ടിയാകും അവിടെ കാത്തു നിന്നത് എന്ന ആലോചനയിലായിരുന്നു. വാഗോരിയെ പെൺകുട്ടികൾ കൂട്ടിക്കൊണ്ടുപോയപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ റിൻഡാരോ അവിടെ തന്നെ തറഞ്ഞു നിന്നുപോയി. തിരിച്ചു നടക്കുമ്പോൾ ഉസാമി ആകെ കടുപ്പത്തിലായിരുന്നു. കിക്കോ സ്കൂളിലെ കുട്ടികൾ തങ്ങളെ പുച്ഛിച്ചത് കൊണ്ട് അവർ പിറുപുറത്ത് കൊണ്ടേയിരുന്നു. എന്നാൽ റിൻഡാരോയുടെ തലയിൽ എപ്പോഴും വാഗോരി മാത്രമായിരുന്നു. അവൾ സത്യത്തിൽ എന്നെ കാണാനാണോ വന്നത്? ഉസാമി ദേഷ്യപ്പെട്ടപ്പോൾ അവൾ പേടിച്ചു കാണുമോ? ഇനി അവൾ എന്നോട് മിണ്ടാതാകുമോ? ഇങ്ങനെയുള്ള 100 കൂട്ടം ചോദ്യങ്ങൾ അവൻ അലട്ടിക്കൊണ്ടിരുന്നു. ഒടുവിൽ അവനൊരു തീരുമാനമെടുത്തു. ഇനി അവളെ കാണാൻ നിൽക്കണ്ട. കണ്ടത് വീണ്ടും പ്രശ്നങ്ങളിലേക്ക് വഴിമാറി. മനസ്സ് മാറ്റാൻ വേണ്ടി അവൻ കൂട്ടുകാരനോടൊപ്പം കരോക്കെ പാടാൻ പോയി. പക്ഷെ അവിടെ എത്തിയിട്ട് റിൻഡാരോയ്ക്ക് സമാധാനമില്ലായിരുന്നു. പാട്ടും ബഹളവും നടക്കുമ്പോഴും അവൻ ആകെ മൂടൗട്ടായിരുന്നു. ഒരു മൂലയിൽ ഇരിക്കുന്നത് കണ്ട് കൂട്ടുകാർ അവനെ ശ്രദ്ധിച്ചു. എന്ത് പറ്റി റിൻഡാരോ, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് അവർ ചോദിച്ചെങ്കിലും സത്യം പറഞ്ഞു കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് കരുതി അവൻ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അവന്റെ കണ്ണറിയാതെ ഫോണിലേക്കും വാതിലിലേക്കും പോകുന്നുണ്ടായിരുന്നു. വാഗോരിയുടെ വാക്കുകളും ശരിയും അവനെ അത്രമാത്രം സ്വാധീനിച്ചിരുന്നു. കരോക്കയിലെ ബഹളങ്ങൾ കഴിഞ്ഞ് ആകെ തളർന്നിട്ട് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു റിൻഡാരോ. ദൂരെ നിന്ന് നോക്കിയപ്പോൾ അവന്റെ കേക്ക് ഷോപ്പ് ഇപ്പോഴും അടച്ചിട്ടില്ല. എന്താണെന്ന് നോക്കാൻ ചെന്ന റിൻഡാരോ കണ്ടത് തന്നെ കാത്തിരിക്കുന്ന വാഗോരിയെയാണ്. അവനെ കണ്ടതും വീട്ടുകാർ ദേഷ്യപ്പെട്ടു. നീ എവിടെയായിരുന്നു ഇത്രയും നേരം? ഈ കുട്ടി നിനക്ക് വേണ്ടി എത്ര നേരമായി ഇവിടെ കാത്തിരിക്കുന്നു? പാവ വാഗോരിയോട് കേക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ അവൾ വേണ്ടെന്ന് പറഞ്ഞു നോക്കിയതാണ്. പക്ഷേ അവളുടെ വിശപ്പ് കാരണം വയറ്റിൽ നിന്ന് ആ വന്ന ശബ്ദം കേട്ടപ്പോൾ വീട്ടുകാർക്ക് കാര്യം മനസ്സിലായി. അവസാനം അവൾക്ക് ഇഷ്ടപ്പെട്ട കേക്ക് തന്നെ അവിടെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. വാഗോരി കേക്ക് കഴിക്കുന്നത് നോക്കി നിൽക്കെ റിൻഡാരോ മെല്ലെ ചോദിച്ചു, നീ എന്തിനാ ഇന്ന് നമ്മുടെ സ്കൂളിന്റെ മുന്നിൽ വന്നത്? വാഗോരി വളരെ നിഷ്കളങ്കമായി മറുപടി നൽകി, എനിക്ക് നിങ്ങളെ കാണാൻ തോന്നി, അതുകൊണ്ട് വന്നത്. അത് കേട്ടത് റിൻഡാരോയുടെ നിയന്ത്രണം വിട്ടു. അറിയാതെ അവന്റെ ഉള്ളിലെ സത്യങ്ങൾ പുറത്തു വന്നു. സത്യം പറഞ്ഞ ആദ്യമായി നിന്നെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് റിൻഡാരോയ്ക്ക് താൻ പറഞ്ഞത് അബദ്ധമായല്ലോ എന്ന് തോന്നിയത്. നാണം കൊണ്ട് അവൻ സ്വയം തലയിൽ കൈവച്ചു. രണ്ടുപേരും പരസ്പരം പോലും നോക്കാൻ പറ്റാതെ ബ്ലഷ് അടിച്ചു നിൽക്കുകയാണ്. ആ നിമിഷം റിൻഡാരോ പതുക്കെ കൂട്ടിച്ചേർത്തു, സത്യം പറഞ്ഞാൽ നീ ഇനി ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് ഞാൻ കരുതുന്നതാണ്. ആ രണ്ട് സ്കൂളുകൾ തമ്മിലുള്ള ശത്രുതയും തന്റെ രൂപവും അവളെ അകറ്റിക്കളയുമെന്ന് അവൻ അത്രയധികം ഭയപ്പെട്ടിരുന്നു. റിൻഡാരോയുടെ വാക്കുകൾ കേട്ട് വാഗോരി ഒന്ന് നോക്കി. നീ എന്തിനാ ഞാൻ വരില്ലെന്ന് കരുതിയത് എന്ന് അവൾ ചോദിച്ചു. അല്പം മടിയോടെ റിൻഡാരോ സത്യം വെളിപ്പെടുത്തി. അത് ഞാൻ ചിതോരി ഹൈസ്കൂളിലും നീ ആ പ്രസ്റ്റീജിയസ് കിക്കോ ഗേൾസ് സ്കൂളിലുമാണ് പഠിക്കുന്നത്. നമ്മുടെ സ്കൂളുകൾ തമ്മിലുള്ള പ്രശ്നം കാരണം നീ എന്നെ ഒഴിവാക്കുമെന്ന് ഞാൻ കരുതി. അത് കേട്ടത് വാഗോരി കേക്ക് കഴിച്ചു ചേർത്ത് എഴുന്നേറ്റു. അവളുടെ മുഖത്ത് ചെറിയൊരു ഗൗരവം പടർന്നിരുന്നു. പോകുന്നതിന് മുൻപ് അവൾ പറഞ്ഞു, നിന്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഫീൽ ചെയ്തത്. നീ മറ്റുള്ളവരിൽ നിന്നും ഡിഫറെന്റ് ആണെന്നാണ് ഞാൻ കരുതിയത്. താങ്ക്സ് എന്ന് പറഞ്ഞ ചെറിയൊരു പരിഭവത്തോടെ അവൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. വാഗോരി പോയത് റിൻഡാരോ ആകെ വെപ്രാളത്തിലായി. താൻ പറഞ്ഞത് അവളെ വേദനിപ്പിച്ചോ എന്നോർത്ത് അവൻ സ്വയം കുറ്റപ്പെടുത്താൻ തുടങ്ങി. അവൻ നടന്ന കാര്യങ്ങളെല്ലാം തന്റെ ചേച്ചിയോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ചേച്ചി അവന് നല്ലതുപോലെ വഴക്ക് പറഞ്ഞു. ഇതിൽ നിന്റെ ഭാഗത്താണ് തെറ്റ്. അവൾ നിന്നെ ഇഷ്ടപ്പെട്ട് കാണാൻ വരുമ്പോൾ നീ എന്തിനാണ് ആ സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ ദേഷ്യം പിടിപ്പിച്ചത്? അത് മാത്രമല്ല, നേരം ഇത്രയും വൈകിട്ട് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് പോകാൻ വിട്ട നിന്റെ ബുദ്ധി സമ്മതിക്കണം. ചേച്ചിയുടെ ആ വഴക്ക് കേട്ടപ്പോഴാണ് റിൻഡാരോയ്ക്ക് തന്റെ അബദ്ധം മനസ്സിലായത്. പാവ റിൻഡാരോ കാര്യങ്ങൾ ശരിയാക്കാൻ
നോക്കി അവസാനം എല്ലാം കുളമായ അവസ്ഥയിലാണ്. ചേച്ചിയുടെ വഴക്ക് കേട്ടപ്പോൾ റിൻഡാരോയ്ക്ക് തന്റെ തെറ്റ് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം അവൻ ഒരു വലിയ തീരുമാനമെടുത്തു. ലോകം മുഴുവൻ വെറുപ്പോടെ നോക്കുന്ന ആ ഗേൾസ് അക്കാദമിയുടെ മുൻപിൽ തന്റെ എല്ലാ പേടിയും മാറ്റിവെച്ച് റിൻഡാരോ ചെന്ന് നിന്നു. തന്റെ സ്കൂൾ ഗേറ്റിന് മുൻപിൽ റിൻഡാരോയെ കണ്ടത് വാഗോരി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അവൻ നേരെ അവളുടെ അടുത്തേക്ക് ചെന്നു. വാഗോരി, ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് സോറി. നിന്നെ വേദനിപ്പിക്കണമെന്ന് ഞാൻ കരുതിയിരുന്നില്ല എന്ന് അവൻ തുറന്നു പറഞ്ഞു. രണ്ട് സ്കൂളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തങ്ങളെ ബാധിക്കുമെന്ന് താൻ പേടിച്ചിരുന്നതായും അവൻ അവളോട് സമ്മതിച്ചു. റിൻഡാരോയുടെ ആത്മാർത്ഥത നിറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ വാഗോരിയുടെ മുഖം സന്തോഷം കൊണ്ട് വീർന്നു. നമ്മളുടെ ഫ്രണ്ട്ഷിപ്പിൽ ഒന്നും സംഭവിക്കില്ല റിൻഡാരോ എന്ന് അവൾ ഉറപ്പിച്ച് പറഞ്ഞു. ആ വാക്കുകൾക്ക് അവർക്കിടയിലെ എല്ലാ അതിർവരമ്പുകളും മായ്ച്ചു കളഞ്ഞു. വെറും സുഹൃത്തുക്കൾ എന്നതിലുപരി അതിലും മനോഹരമായ ഒരു ബന്ധത്തിന്റെ തുടക്കം അവിടെ കുറിക്കുകയാണ്. ആ ഒരു പോസിറ്റീവ് വൈബിൽ തന്നെ ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു.